ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ട്രിവാൻഡ്രം ലുലു മോളിലാണ് പോകുന്നത്. അതും ഓണത്തിൻ്റെ തലേദിവസമാണ് പോയത്. ലുലു മോൾ അറിയാമല്ലോ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോളുകളിൽ ഒന്നാണല്ലോ. അതും ഇപ്പോൾ എല്ലാവർക്കും അതൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സ്ഥലം കൂടിയാണ്, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അവിടോട്ട് കയറി. എൻട്രൻസിലൊക്കെ കുറച്ച് തിരക്കുണ്ട്, അവിടെ ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, ഒരുപാട് ലോണമല്ലേ. പിന്നെ നമ്മൾ താഴെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. അവിടെയൊക്കെ ഒരുപാട് അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ് അവിടുത്തെ പാർക്കിംഗ് ഒക്കെ. അതും ഇൻ്റർനാഷണൽ ലെവലിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത് നല്ലതാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ റോൾ ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ഷോപ്പ് നമ്മൾ കണ്ടു, താഴെ തന്നെ. അത് ബേസ്മെൻറ്റിലാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ റോൾ ഐസ്ക്രീം ഉണ്ടല്ലോ, അതാണെന്ന് മനസ്സിലായി. അത് എന്തായാലും ഒരുപാട് നാളായി ട്രൈ ചെയ്തിട്ട്. മനസ്സിലായില്ലേ? ട്രൈ ചെയ്തിട്ടെന്നല്ല, ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വ്ളോഗേഴ്സ് ചെയ്യുന്നതും ഷോർട്സും ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒന്ന് കാണാൻ, അല്ലെങ്കിൽ അതൊന്ന് കഴിക്കാൻ ഒരു കൗതുകം തോന്നി. അത് അവർ ഉണ്ടാക്കുന്നതും നല്ല അടിപൊളിയായിട്ടാണല്ലോ. നമ്മൾ സ്ട്രോബെറിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ സ്ട്രോബെറി എടുത്ത് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് രണ്ട് നൈഫ് കൊണ്ട് അതിങ്ങനെ സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്? അത് കാണാൻ തന്നെ നല്ല രസമല്ലേ? കുറേ നേരം നമ്മൾ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. നല്ല രസമാണ് കേട്ടോ പുള്ളി ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അത് കുറച്ച് പാടുമാണ്. നമ്മളത് കറക്റ്റ് ഷേപ്പായിട്ട് അത് എടുക്കണമെങ്കിൽ അതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. ട്രയാങ്കിൾ അല്ല, സ്ക്വയർ ഷേപ്പ്. അപ്പോൾ അത് കറക്റ്റായിട്ട് പുള്ളി ആ ഒരു നൈഫ് വെച്ച് കറക്റ്റായിട്ട് പതുക്കെ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ പുള്ളി ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്കത് പതുക്കെ ആയിട്ടും തോന്നുന്നേ ഉള്ളൂ, കാരണം നമ്മളിതൊന്നും ചെയ്യാറില്ലല്ലോ ഗൈസ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം പുള്ളി പിന്നെ അതിങ്ങനെ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ റോൾ ചെയ്തെടുക്കണമല്ലോ. കണ്ടില്ലേ ഇത്? ഇങ്ങനെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് തന്നെ കാണാൻ എന്ത് രസമാണല്ലേ. അത് പുള്ളിക്കാരൻ അങ്ങനെ റോൾ ചെയ്തെടുത്തു. റോൾ ചെയ്ത് എടുത്തിട്ട് ഒരു ചെറിയ കപ്പിലാക്കിയിട്ട് അതിൽ കുറച്ച് സ്ട്രോബെറിയുടെ കുറച്ച് ലിക്വിഡും ഒക്കെ ഒഴിച്ച് അവർ നമുക്ക് തന്നു. അത് കഴിച്ച് തുടങ്ങിയ ഫസ്റ്റ് ടൈമാണ് ഞാനത് ട്രൈ ചെയ്യുന്നത്. ഞാനങ്ങനെ ഷുഗർ കട്ടുമാണ്, അത് അങ്ങനെ കഴിക്കാറുമില്ല. പിന്നെ ഇതിലധികം ഷുഗറും ഇല്ലല്ലോ, ഇത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണല്ലോ. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് ഷുഗറും ഇല്ല, എന്നാലും ഒരു മൈൽഡായിട്ട് കുറച്ചൊരു ഒരു ഷുഗർ ഉള്ളതുമാണ്. നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഒരു പ്രാവശ്യം കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ച് നിർത്താൻ പറ്റത്തില്ല. നല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ഒരുപാട് ഓവറായിട്ട് ഷുഗറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ അധികം ഷുഗർ ഐറ്റംസ് കഴിക്കാറില്ല. ഐസ്ക്രീമൊന്നും അധികം കഴിക്കാറുമില്ല. പക്ഷേ ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലോട്ട് കയറി ഗൈസ്. അതേ, നമ്മുടെ ലുലു മുകളിലോട്ട് കയറി. ഇതിപ്പോൾ ഒരുപാട് നാളുകളിൽ ഞാൻ പോയിട്ടുണ്ട്. കുറേ ഡേയ്സിൽ ഞാനത് പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് ഒരു ഏഴാമത്തെ പത്താമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. എപ്പോൾ പോയാലും ഒരു കൗതുകമാണ് അവിടെ. എന്താ പറയുക, അത്രയും ഒരു വലിയ ലോകം തന്നെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന കണക്ക് ഒരു സിനിമയിൽ നമ്മളൊരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ കാണുമല്ലോ, അതേ പോലത്തെ ഒരു ഫീലാണ് അവിടുത്തെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം. അതൊരു ഇൻ്റർനാഷണൽ ലെവലിൽ അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മളൊക്കെ ദുബായിലോ യു എയിലൊക്കെ പോകുമ്പോൾ ദുബായ് മോൾ അങ്ങനെയുള്ള വലിയ വലിയ മോളുകളും സിറ്റി സെൻറ്റേഴ്സും എല്ലാം ഉണ്ട്. അതിൻ്റെയൊക്കെ കിടപിടിക്കുന്ന രീതിയിലാണ് അവർ ഈ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് എല്ലാം ഇവിടെയും ഉണ്ട്. റാഡോ, അമേരിക്കൻ ഈഗിൾ, അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അതും ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ പിന്നെ ഓണത്തിൻ്റെ തലേദിവസമായിട്ട് ഒരുപാട് അലങ്കാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. മാവേലിയിൽ വലിയ ഒരു പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് അവിടെ കുറേ നേരം നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത്രയ്ക്കും എടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വിഷ്വലി അവർ നമ്മൾ ദുബായ് മോളിലൊക്കെ കാണുന്ന കണക്കത്തെ രീതിയിലാണ് അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വളരെ കൗതുകരമായിട്ട് എനിക്കും തോന്നി. കാരണം ഇത്രയും നല്ല രീതിയിൽ നമ്മൾ പുറത്തെ രാജ്യങ്ങളിലെ GCCയിലോ അല്ലെങ്കിൽ യൂറോപ്പിലോ ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള കണക്കുള്ള മോളുകൾ ഇവിടെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് നല്ല രീതിയിൽ അവരത് സെറ്റ് ചെയ്തിട്ടുമുണ്ട്. ഒരു നല്ല ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന രീതിയിൽ പറയാം. പിന്നെ അവിടെ ഒരുപാട് കൗതുക കാഴ്ചകളും ഉണ്ട്. നല്ല നല്ല ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ട്രീസും പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്ലോത്തിങ്സും ആണ് അവിടെ ഉള്ളത്. വെസ്റ്റ് സൈഡ്, അങ്ങനെയുള്ള സുഡിയോ, മാക്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് ഡ്രസ് ഐറ്റംസ് ഉള്ള ഷോപ്സ് അവിടെ ഉണ്ട് കേട്ടോ. അത് നല്ല രസമായിരുന്നു. അതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതും എല്ലാം അടിപൊളിയാണ്. ഞാൻ കുറച്ചൊക്കെ ട്രയൽ റൂമിൽ കയറി ചെയ്ത് നോക്കി കേട്ടോ. അതാണ് നിങ്ങളീ കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി. സെക്കൻഡ് ഫ്ലോറിൽ പോയതിന് ശേഷം നമ്മൾ ലോക ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോക കയറി കണ്ടു സമയമായപ്പോഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോക കണ്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പണ്ടൂരെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു.
പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ കയറി കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു. ഫണ്ടൂറ എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അല്ലാതെ വലിയ ആൾക്കാർക്കും നമുക്ക് ഗെയിമും അതും ഇതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഫൺ പാർട്ടാണ്. അത് ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് പാക്കേജാണ് അവർ ലുലു മോളുടെ അകത്ത് എല്ലാം ചെയ്തേക്കുന്നത്. പിന്നെ ഓണം ആഘോഷം കൂടെ അല്ലേ. അപ്പോൾ ഓണത്തിന്റെ കുറേ ഡിസൈനുകളും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാവേലിയെ പൊക്കി ഗൈസ്. പണ്ട് നേരത്തെ മാവേലി കണ്ടപ്പോൾ മാവേലി ഓടി കളഞ്ഞായിരുന്നു. ഇപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പൊക്കി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൂട്ട് സ്മെല്ലാണ് നമുക്ക് പ്രിഫർലി നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഒരു പെർഫ്യൂംസും എല്ലാം. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ഓയിൽ വെച്ച് അവർ സെറ്റ് ചെയ്ത് തരുന്ന ഷോപ്പിലോട്ട് പോയി. അതും ഒരു കൗതുകമായിട്ട് തോന്നി. ഇതൊക്കെ പുറത്ത് നമ്മൾ ദുബൈയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് ഇവിടെയും എത്തി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു മൈൽഡ് നല്ല സ്മെല്ലായിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മളത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ എന്ത് രസമായിട്ടാണ് അത് ചെയ്തെടുക്കുന്നതല്ലേ. ഈ പെർഫ്യൂം എന്ന് പറയുന്നത് അതൊരു ആർട്ടാണെന്ന് നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മൾ കാണുന്നത്. അത് എന്തുമാത്രം നല്ല രീതിയിൽ അവർ ചെയ്തെടുക്കുന്നതെന്നുമാണ്. ഓയിലും ഇതെല്ലാം അത് മിക്സ് ചെയ്തെടുത്ത് പക്കയായിട്ട് ആ പെൺകുട്ടി അത് ചെയ്തെടുക്കുന്നത്. നല്ല കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അത് ഓക്കെ ആയിരുന്നു. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. പിന്നെ നല്ലൊരു ഈവനിങ്ങും നല്ലൊരു ഫുൾ ഡേ നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങൾ